നമസ്കാരം, ബാക്ക് ബെഞ്ചേഴ്സ് കോളേജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാർമക്കോളജി എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ചെറിയ ചെറിയ നോട്ട്സാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ANS പറ്റിയാണ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നെർവസ് സിസ്റ്റം. എന്താണ് നെർവസ് സിസ്റ്റം? It's a complex collection of nerves and specialized cells known as neurons that transmit signals between different parts of the body. അടുത്തത് ന്യൂറോൺസ്. ന്യൂറോൺസ് ഓർ നെർവ് സെൽസ് ആർ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിലൊരു സെൽ ബോഡി ഉണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സോൺ ടെർമിനൽസ് ഉണ്ട്. രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ട്, അതിന് പറയുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സിന് മുമ്പുള്ള ന്യൂറോണിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും സിനാപ്സ് കഴിഞ്ഞുള്ള ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നാണ് പറയുന്നത്. ഈ സിനാപ്സിൻ്റെ സ്ട്രക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്സോൺ ടെർമിനൽസിൽ ചില വെസിക്കിൾസ് ഉണ്ട്. അതിലാണ് നമ്മളീ പറയുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് ട്രാൻസ്മിറ്റ് എ മെസ്സേജ് ഫ്രം എ നെർവ് സെൽ അക്രോസ് ദ സിനാപ്സ് ടു എ ടാർഗറ്റ് സെൽ. എക്സാമ്പിൾ അസിറ്റൈൽ കോളിൻ, അഡ്രിനാലിൻ, ഗാബ ആൻഡ് ഡോപ്പമിൻ. ഇനി നോക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതൊരു ചാർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോ 1-2 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. നെർവസ് സിസ്റ്റത്തിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 2 കാറ്റഗറിയാണ് മെയിനായിട്ട് വരുന്നത്: എഫറൻ ന്യൂറോൺസ് ആൻഡ് അഫറൻ ന്യൂറോൺസ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ എഫറൻ്റ് കാറ്റഗറിയിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ANS വരുന്നത്. അപ്പോൾ എഫറൻ ന്യൂറോൺസും അഫറൻ ന്യൂറോൺസും അറിയാത്തവർ കമൻറ്റ് ചെയ്യുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ANS കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക്കിൽ നമുക്ക് കിട്ടുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്ന റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റയാണ്. പാരാസിമ്പത്തറ്റിക്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. അതിൻ്റെ മെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് മസ്കാരിനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സാണ്. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസിറ്റൈൽ കോളിൻ. പിന്നെ അതിൻ്റെ റിസപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്: മസ്കാരിനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. മസ്കാരിനിക് റിസപ്റ്റേഴ്സ് തന്നെ 5 കാറ്റഗറിയാണ് വരുന്നത്: M1, M2, M3, M4 ആൻഡ് M5. അത് ബോഡിയുടെ പല പാർട്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് കാണപ്പെടുന്ന ലൊക്കേഷനും ആ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആക്ഷൻസുമാണ് ഞാനീ പറയാൻ പോകുന്നത്. M1, M4 ആൻഡ് M5 അത് മെയിനായിട്ട് കാണുന്നത് CNSലാണ്. അതിൻ്റെ മെയിൻ ആക്ഷൻ പ്രോ കോഗ്നിറ്റീവ് എഫക്റ്റ്, അതായത് ഓർമ്മശക്തിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സാണ്. M2 റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് ഹാർട്ടിലാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. M2 റിസപ്റ്റേഴ്സ് ഹാർട്ടിലാണ് കാണപ്പെടുന്നത്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ബ്രാഡിക്കാർഡിയാണ്, അതായത് ഹാർട്ട് റേറ്റ് കുറയുന്നു. M3 റിസപ്റ്റേഴ്സ് പല പാർട്സിലായിട്ടാണ് കാണപ്പെടുന്നത്: യൂറിനറി ട്രാക്ട്, GA ട്രാക്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ്, ഐസ് ആൻഡ് എയർവേസ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. M3 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആക്ഷൻസ്, അതായത് M3 റിസപ്റ്റർ എഗോണിസ്റ്റിൻ്റെ ആക്ഷൻസ് ആണ് ഇനി പറയുന്നത്. യൂറിനറി ട്രാക്കിൽ മെയിനായിട്ട് ബ്ലാഡർ കൺട്രാക്ഷനാണ് ഉണ്ടാക്കുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ്സിൽ സെക്രീഷൻസ് കൂട്ടുന്നു. ഐസിൽ മയോസിസ് ആണ്, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ. എയർവേസിൽ മെയിനായിട്ട് ബ്രോങ്കോ കൺസ്ട്രക്ഷനാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം M2 റിസപ്റ്റേഴ്സ് ഹാർട്ടിലാണ്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ
ബ്രാഡിക്കാർഡിയ ഉണ്ടാവും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്ഷൻസ് ആയിരിക്കും നമ്മളൊരു M2 അല്ലെങ്കിൽ M3 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. യൂറിനറി ട്രാക്റ്റിൽ യൂറിനറി റിട്ടൻഷൻ, എക്സോക്രൈൻ ഗ്ലാൻസിൽ സെക്രീഷൻസ് കുറയ്ക്കുന്നു, ഐസിൽ മിഡ്രാസിസ് ഉണ്ടാക്കുന്നു, എയർവേസിൽ ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാക്കുന്നു. ഹാർട്ടിലെ ആക്ഷൻ ടാക്കിക്കാർഡിയാണ്. ടാക്കിക്കാർഡിയ ഹാർട്ട് റേറ്റ് കൂട്ടുന്നു. എല്ലാം ഓർത്ത് വയ്ക്കുക. അപ്പോൾ മസ്കാർനിക് റിസപ്റ്റേഴ്സിൻ്റെ എഗോണിസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും ഒരു ആൻറ്റഗോണിസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്നത്. പാരാസിമ്പത്തറ്റിക് ഡ്രഗ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻറ്റി പാരാസിമ്പത്തോമിമെറ്റിക്സ് ആൻഡ് പാരാസിമ്പത്തോമിമെറ്റിക്. നമുക്കറിയാം ആസിറ്റൈൽ കോളിനാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അതുകൊണ്ട് ആൻറ്റി പാരാസിമ്പത്തോമിമെറ്റിക്സിനെ ആൻറ്റി കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നു. പാരാസിമ്പത്തോമിമെറ്റിക്സിനെ കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നു. ആൻറ്റി കോളിനർജിക് ഡ്രഗ്സാണ് ഇനി നോക്കുന്നത്. അതിൽ വരുന്നത് അട്രോപ്പിൻ, സ്കോപ്പാലാമിൻ, ബെൻസ്ട്രോപ്പിൻ, ഓക്സിബ്യൂട്ടിനിൻ, ഡൈസൈക്ലോമിൻ, പിന്നെ ഇപ്രാട്രോപ്പിയം. ഇതൊക്കെയാണ്. അട്രോപ്പിൻ യൂസ് ചെയ്യുന്നത് കോളിനർജിക് പോയിസണിങ്ങിലാണ്, അതായത് ഓർഗാനോഫോസേറ്റ് പോയിസണിങ്, പിന്നെ അൺസ്റ്റേബിൾ ബ്രാഡിക്കാർഡിയൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്കോപ്പാലാമിൻ യൂസ് ചെയ്യുന്നത് മോഷൻ സിക്നെസ്സിനാണ്. ബെൻസ്ട്രോപ്പിൻ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അത് ചില ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഓക്സിബ്യൂട്ടിനിൻ ഓവർ ആക്റ്റീവ് ബ്ലാഡറിൽ യൂസ് ചെയ്യുന്നു. ഡൈസൈക്ലോമിൻ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം യൂസ് ചെയ്യുന്നു. ഇപ്രാട്രോപ്പിയം COPDക്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആസ്മയ്ക്ക്. അപ്പോൾ ഈ ക്ലാസ്സിൽ ANSൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. കോളിനർജിക് ഡ്രഗ്സും അഡ്രിനർജിക് ഡ്രഗ്സുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.